ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ആദ്യമായിട്ട് ജോലിക്ക് കയറിയ സമയത്ത് ഒരു PG എടുക്കാൻ നിർത്തിയിട്ട് ഞാൻ പ്രൈവറ്റ് ആയിട്ട് MG യൂണിവേഴ്സിറ്റിയിൽ MCOMന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എക്സാം ഒക്കെ എഴുതി റിസൾട്ടൊക്കെ വന്നു. മാർക്ക് ലിസ്റ്റ് ഞാൻ എല്ലാത്തിൻ്റെയും കളക്ട് ചെയ്തിട്ടുണ്ടായില്ല. 3rd സെമസ്റ്ററിൻ്റെയും 4th സെമസ്റ്ററിൻ്റെയും മാർക്ക് ലിസ്റ്റ് ഞാൻ കോളേജിൽ എക്സാം എഴുതിയ കോളേജിൽ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് യൂണിവേഴ്സിറ്റി പോയിട്ട് കളക്ട് ചെയ്യണം, അവിടെ നിന്ന് കിട്ടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇന്ന് ഞാൻ കോട്ടയത്തേക്ക് പോവുകയാണ് MG യൂണിവേഴ്സിറ്റിയിലേക്ക്. അവിടെ ചെന്നാലാണ് അതിൻ്റെ ബാക്കി എന്താ പ്രോസസ്സും കാര്യങ്ങളും അറിയുള്ളൂ. അപ്പോൾ ബാക്കി വീഡിയോയിൽ കാണാം. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് സൈദയും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങി, ഏകദേശം ഒരു 1 hour ട്രാവൽ ഉണ്ടായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് തിരക്കുണ്ടാവുന്നതാണ്. പക്ഷെ വിചാരിച്ച പോലെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് നടന്നു. പക്ഷേ ഞാൻ അന്വേഷിച്ച് വന്ന മാർക്ക് ലിസ്റ്റിൽ ഒരെണ്ണം യൂണിവേഴ്സിറ്റിയിൽ ഇല്ല. അത് കോളേജിലേക്ക് സെൻഡ് ചെയ്തതായിട്ട് യൂണിവേഴ്സിറ്റിയിൽ കാണിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് മാർക്ക് ലിസ്റ്റിന് അപ്ലൈ ചെയ്തു. പിന്നെ അവർ തന്നെ പറഞ്ഞു കൺസോളിഡേറ്റിന് അപ്ലൈ ചെയ്തിട്ട് പൊക്കോളാൻ. അങ്ങനെ അവിടുത്തെ ഒരു കഫേയിൽ പോയിട്ട് കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റിനും അപ്ലൈ ചെയ്തു. ഭയങ്കര സ്മൂത്തായിട്ട് ആ പ്രോസസ്സും കഴിഞ്ഞു കേട്ടോ. ഞാൻ അതിന് ശേഷം നമ്മൾ ഏകദേശം ഉച്ചയ്ക്കായി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ നേരത്തെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ കയറി ഊണ് ഓർഡർ ചെയ്തു, ഊണ് കഴിച്ചു. 2 ലൈമും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ബസ് കയറി പോന്നു. എല്ലാം ഭംഗിയായിട്ട് നടക്കും എന്നാണ് വിചാരിക്കണത്. എന്താ സംഭവിക്കുക എന്നുള്ളത് അറിയില്ല. എല്ലാം ഭംഗിയായിട്ട് നടന്നാൽ മതിയായിരുന്നു.